മീശ പിടിച്ചാൽ വാശി പിടിച്ചാൽ പഠിച്ചു കളയാൻ പണി പഠിക്കും കണ്ണാമിന്നേണ്ട മരക്കണ്ണിൽ തിലക്കം കണ്ടാൽ മിണ്ടാൻ പോവേണ്ട മീശ ഇഷ്ടമൊക്കെ തോന്നും. പക്ഷെ അവളുടെ കയ്യിലിരുന്ന് ആലോചിക്കുമ്പോഴാ ചേലുത്ത ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ അയ്യടാ എന്റെ എല്ലാം അല്ലേ എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ കിലുങ്ങാ കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമൊട്ടെ പിണങ്ങാൻ എന്താണ് മിനുങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് എന്റെ എല്ലാം അല്ലേ എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ ചെമ്പരുതല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ
മയങ്ങാൻ എന്താണ് എന്താണ് മയങ്ങാൻ എന്താണ് 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 നിന്നോട് കൂട്ടില്ല ഞാൻ നിന്നോട് മിണ്ടില്ല ഞാൻ. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അടിച്ചു പൊളിച്ചു. Thank you, മാധവനും രുക്മിണി. നീ കൊള്ളാലാണ്. നീ അറിഞ്ഞോണം കട്ടെടുക്കും അല്ലേ? ആര് പഠിപ്പിച്ചത് നിനക്കത്? ഞാൻ സിനിമ പഠിച്ച. ഓക്കെ, എന്തായാലും ഭയങ്കര രസമാണ്. ആന്യ ചീപ്പട എന്നൊക്കെ അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ചോദിക്കാം നമുക്ക്. ഓക്കെ, ഷാനിക്ക. ഓ മക്കളെ അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. റിഹാൻ അതുപോലെ ആന്യ രണ്ടുപേരും ഒപ്പത്തിനൊപ്പമായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. ഒരു പൊടിക്ക് മേലെ ആരാണെന്ന് ചോദിച്ചാൽ ആന്യ ആണെന്ന് നമ്മൾ പറയേണ്ടി വരുമോ ഹരി? അതെ, സിംഗിങ്ങിൽ അല്ലേ? പക്ഷെ ഒരുപാട് എഫേർട്ടും അവൻ ഇട്ടിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറയാം, രണ്ടുപേരും ഇവിടെ കിടക്കും. അതെ, രണ്ടുപേരും ഇവിടെ കിടക്കാം. അതെ, ഇത്ര ഒരു പൊടിക്ക് മാത്രം ആന്യ. പിന്നെ റിഹാന്റെ ശബ്ദം എന്ത് രസമാണ് റിഹാനെ കേട്ടോണ്ടിരിക്കാൻ. അടിപൊളിയാണ്. ആന്യ ഇപ്പൊ നന്നായിട്ട് മലയാളം പാടുന്നുണ്ടല്ലോ ആന്യ. ആ. എത്ര നാളെടുത്തു ഇത് പഠിക്കാൻ? അതിപ്പോ പഠിച്ചു. ഇതിന് വല്ല കോഴ്സിനും പോയായിരുന്നോ? കോഴ്സിന് ബാംഗ്ലൂരിന് കോഴ്സ് എവിടെ കിട്ടും? അതാണല്ലേ. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞയക്കാനായിരുന്നു. ആ കോഴ്സിന് അല്ലേ? യെസ്. അതെ, അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പിരിവിട്ടിട്ട് അയക്കും എന്നുള്ളതാണ് അതിന്റെ അതെ മറ്റൊരു. അങ്ങനെ അതിനു വേണ്ടി നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മലയാളം. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെ, അത് തുടങ്ങിയാലോ എന്ന് വരെ ഇത് കണ്ടിട്ട്. അതെ, തുടങ്ങ്. ഞാൻ വരാം. അതെ, ഫസ്റ്റ് സ്റ്റുഡന്റ്. ഞാൻ സമ്മതിച്ചു. അഡ്മിഷൻ. ചേച്ചി ഗംഭീരമാ. ഇതാരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ട പോലെ ഉണ്ടല്ലോ. അങ്ങനൊന്നും അല്ല. ആണല്ലേ? പിള്ളേര് വരെ. ഈ ഹോൾ ആക്ട് ഭയങ്കരമായിട്ട് വർക്കായി എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് നടന്നിട്ടുള്ള ആക്ടുകളിൽ വെച്ച് ദ ബെസ്റ്റ് എന്ന് പറയാം. ദ ബെസ്റ്റ് ആക്ട്. താങ്ക് യു സർ. നിങ്ങളുടെ കോറിയോഗ്രാഫി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് കോറിയോഗ്രാഫി ഓൾസോ. രണ്ടുപേരും നല്ല സിങ്കിലാണ്. നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു. ആദ്യത്തെ റിഹാൻ അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ടല്ലോ, അവിടം തൊട്ട് നമ്മൾ ആ പാട്ടിനകത്തായി. അതെനിക്ക് പേടിയായിരുന്നു. അവൻ വീണിട്ട് കാല് പൊട്ടുവന്ന്. ആണോ? എന്തായാലും നീ അവിടെ ഒന്നും മിണ്ടാതെ അവിടെ കിടന്ന് കിടക്കായിരുന്നല്ലോ. ഒരു നല്ല സുഖമായിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ സൗണ്ടൊക്കെ. എനിക്കിത് രണ്ടുപേരും ഒന്ന് പാടിത്തന്നെ. അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ. നേരത്തെ ആവശ്യമില്ലാത്തൊരു നോട്ട് കയറി വന്നായിരുന്നു. അത് ആക്ച്വലി അനുപല്ലവിയിലും വന്നു, ചരണത്തിലും വന്നു. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഇത് ബമ്പർ അടിച്ചാണ്. അത് മാത്രം രണ്ടുപേരും ഈക്വലി തെറ്റിച്ചു. അതർവൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അവിടെ നിങ്ങൾ ചെയ്ത് കൂട്ടിയ എല്ലാം വർക്ക് ചെയ്തു. ആ ഫസ്റ്റ് ഇറങ്ങി വരുന്നിടം തൊട്ട് അവസാനം വരെയുള്ള എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ പറയാതിരിക്കാൻ വയ്യ, ആന്യ യുവർ എക്സ്പ്രഷൻസ് അടിപൊളി. സൂപ്പർ. പ്രത്യേകിച്ച് അത് ഈവൻ സുജാ ചേച്ചി പോലും പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം. ആ ഫസ്റ്റ് ഉള്ള ആ ഒരു എക്സ്പ്രഷൻ അത് ആക്ച്വലി സുജാ ചേച്ചി അല്ല ചെയ്തതെന്നാണ് എനിക്ക് തോന്നണത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാധവൻ വന്നിട്ടുള്ള ആ ചീ പൊട എന്നുള്ള പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നോട് പറയോ? അത് മാധവൻ അതിനെ പാടണം. മാധവൻ പാടിയല്ലേ ഞാൻ പറയൂ. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, അയ്യടാ.
കലക്കി Super. ഞാനത് കണ്ണട്ടോ സൂപ്പർ. അതാ. അതെ അടിപൊളിയായിരുന്നു മോളെ. അത് Thank you. അത് ഇറ്റ്സ് ഒരു ഭയങ്കര തിൻ ലൈനാണ്. അത് ഒന്നെങ്കിൽ ഇത്രയും വർക്ക് ആവില്ല, അല്ലെങ്കിൽ അത് അരോചകം എന്ന് പറയുന്ന ലൈനിലേക്ക് ഇത് മോള് കറക്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് കൊണ്ടുപോയത്. ഗംഭീരം. നോ വേർഡ്സ്. അടിപൊളി. രണ്ടുപേരും കലക്കി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശങ്കു ചേട്ടാ. പോളി പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ. താങ്ക് യു സർ. സൂപ്പർ സ്റ്റാറിൽ വന്നിട്ട് ഒരു ആക്ട് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഫുൾ എൻജോയ് ചെയ്തിരിക്കുന്ന ആദ്യമായിട്ടാ. അത് നിങ്ങളുടെ 3 പേരുടെയും മുഖത്തുണ്ടായിരുന്നു. അത്രയും സന്തോഷത്തോടെയാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. എല്ലാം എന്തൊരു എൻട്രി ആയിരുന്നു റിഹാന്റെ. സൂപ്പർ സ്റ്റാർസ് ഒക്കെ വരുന്ന പോലെ. പക്ഷെ അവൻ കക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ ആ ഇടയിൽ ഇങ്ങനെ ഇടയിലൊക്കെ. അതെ, പക്ഷെ സൂപ്പർ. മീശ പിരിച്ചാൽ വാശി പിടിച്ചാൽ പെർഫെക്റ്റ് ടേക്ക് ആയിരുന്നു. നല്ല രസമായിട്ടാണ് റിഹാൻ അത് പ്രസന്റ് ചെയ്തത്. ഒട്ടും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും തോന്നിയില്ല. അത് ശരിക്കും മോളും അതെ. പിന്നെ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. എന്നാലും ഭയങ്കര രസമായി. അത് കഴിഞ്ഞ് നിങ്ങൾ സോങ്ങിലേക്ക് വന്ന് നല്ല സോങ് സെലക്ഷൻ, നല്ല ആക്ട്. അത് കഴിഞ്ഞ് സോങ്ങിലേക്ക് വരുമ്പോഴും നല്ല രസമായിട്ട് പാടി രണ്ടുപേരും. എസ്പെഷ്യലി മോളുടെ ചില എക്സ്പ്രഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിണങ്ങാൻ എന്താണ് എന്ത് രസമായിരുന്നു അതൊക്കെ. അതുണ്ടായിരുന്നു. അതുപോലെ മൂന്നാറിലെ മൂവന്തിയിൽ അവിടെ പിച്ച് ഔട്ടായി. നമുക്ക് കുഴപ്പമില്ല, ഇത്ര ആക്ടൊക്കെ ചെയ്യുമ്പം ചെറിയ പിച്ച് ഔട്ടൊക്കെ സ്വാഭാവികം. ഏറ്റവും സ്കോർ ചെയ്ത് നിന്നോട് മിണ്ടില്ല ഞാൻ, അത് ഭയങ്കര എക്സൽ ചെയ്തു മോള്. അവിടുത്തെ എക്സ്പ്രഷൻസ് അതൊരു ഭയങ്കര രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ആൻസർ ആയിരുന്നു. നിന്റെ അടുത്ത് മിണ്ടില്ല, കൂട്ടില്ല, അത് ഭയങ്കര ഒരു സിംഗിങ്ങിൽ അത് കൊണ്ടുവരാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. സോ ജെനുവിൻലി ഉള്ള ഒരു എക്സ്പ്രഷൻ ആയിരുന്നു അത്. ഭയങ്കര ജെനുവിനിറ്റി ഉണ്ടായിരുന്നു അതിൽ. അത് മിണ്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്റെ ആജ്ഞാനം കെട്ടിനോണ്ട് പോയതല്ലേ. ഓ യാ, ഓക്കെ. അതുകൊണ്ടാണ് മോളിതെല്ലാം കാര്യാക്കി എടുക്കരുത് കേട്ടോ. അവൻ യഥാർത്ഥത്തിൽ ഒരു കള്ളനൊന്നും അല്ല, അവനൊരു പാവം. പാവം. അതുപോലെ മോന്റെ ചരണത്തിലുള്ള സെയിം നിൻ തൂവൽ തൊട്ടില്ല ഞാൻ, സൂപ്പർ. അതും നല്ല രസമായിട്ട് പാടി. സൂപ്പർ, അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല, നോ വേർഡ്സ്. ഹരിചേട്ടാ. റിഹാൻ, അന്യ പൊളിച്ചു. ഞാൻ ആ സിനിമ കണ്ടിരിക്കുന്ന പോലെയായിരുന്നു ശരിക്കും. എന്തൊക്കെ ചെയ്തതിന്റെ ഇടയിൽ, അതിന്റെ ഇടയിൽ 1-2 പിച്ച് ഔട്ടല്ലേ, അത് പോട്ടെന്നേ. മാധവൻ കട്ടത് ചേക്ക് വിട്ട് പോയില്ല എന്നല്ല, ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സാണ്. രണ്ടുപേരും അടിപൊളിയായിട്ട് പാടി. റൊമാൻസിഫിക്കേഷൻ സത്യം പൊളിച്ചു. റൊമാൻസിഫിക്കേഷൻ അതങ്ങനെ മലയാളം പഠിച്ചു തുടങ്ങിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മാർക്സ് ചോദിക്കാം. ഷാനിക്ക. രണ്ടുപേരും ഈക്വലി കുറച്ച് ഭാഗങ്ങൾ തെറ്റിച്ചിട്ടുമുണ്ട്. രണ്ടുപേരും ഈക്വലി ഒരുപാട് ഭാഗങ്ങൾ എക്സൽ ചെയ്തിട്ടുമുണ്ട്. ഒപ്പത്തിനൊപ്പമാണ് നിൽക്കണേ. റിഹാന് 9.5, ആന്യക്കും 9.5. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ. നമ്മുടെ എന്തൊരു കഷ്ടമായി. നീ ശങ്കുചേട്ടനാടാ. നമ്മുടെ മാധവൻ റിഹാന് 9.5, നമ്മുടെ രുക്മിണി ആന്യക്കും 9.5. ഓ ആയിക്കോട്ടെ, സമാധാനമായി. രണ്ടുപേർക്കും 9.5. രണ്ടുപേർക്കും 28.5 മാർക്സ്.